മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിവാഹ വാർഷിക ദിവസമായിട്ട് കരുണ പോലും പ്രതീക്ഷിക്കാതെ വലിയൊരു മാലയൊക്കെയാണ് സമ്മാനമായിട്ട് ഉണ്ണി കൊണ്ടുവന്ന് കൊടുത്തത്. അത് കണ്ട് ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിക്കും പ്രതാപനും വരെ ഒരുപാട് സന്തോഷമാകുന്നെങ്കിലും കരുണയ്ക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ആകുന്നില്ല. തൻ്റെ ഭർത്താവിൻ്റെ കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് തനിക്കറിയാം. മുമ്പൊരിക്കൽ ഭർത്താവും വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് തന്നെ കബളിപ്പിച്ചതാണ് മഹാലക്ഷ്മി കൊടുത്ത സമ്മാനം. ഉണ്ണി കൊടുത്ത സമ്മാനമായിട്ട് അണിഞ്ഞിട്ടുകൊണ്ട് നടന്ന കരുണ പിന്നീടാണ് അറിയുന്നത് ഉണ്ണി തനിക്ക് ഗിഫ്റ്റ് വാങ്ങിയ മാലയല്ല, മഹാലക്ഷ്മി ഉണ്ണിക്കായിട്ട് മേടിച്ചു കൊടുത്ത മാലയാ. ഉണ്ണിക്ക് ആ വീട്ടിൽ യാതൊരു അധികാരമോ ഒന്നുമില്ല, അവിടെ കിടക്കുന്നു എന്നല്ലാതെ ആ സ്വത്തിലും പണത്തിലൊന്നും ഉണ്ണിക്കും ഉണ്ണിയുടെ അമ്മയ്ക്കും അവകാശമില്ലെന്നൊക്കെ അറിഞ്ഞ് ആ ഞെട്ടിക്കുന്ന നിമിഷം കരുണ തകർന്നു പോയതാണ്. പിന്നീട് ഇപ്പോൾ ഒരു വിവാഹ വാർഷിക ദിവസം ഇത്രയും വലിയ വിലപിടിപ്പുള്ള മാല മേടിക്കാൻ അദ്ദേഹം പിശുക്കനുമാണ്. അതിൻ്റെ പിന്നിലുള്ള വാസ്തവം എന്താണെന്നറിയാൻ ആ ബോക്സിൽ കിടക്കുന്ന കടയിലേക്ക് തന്നെ കരുണ പോകുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും അല്ലാതെയൊക്കെ പരിശോധിക്കുന്ന കരുണ തിരിച്ചറിയുന്നു, ഉണ്ണിയല്ല ആ മാല വാങ്ങിയിരിക്കുന്നത്, മഹാലക്ഷ്മിയാണ് ഇത്തവണയും മാല വാങ്ങി ഉണ്ണിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതും കൊണ്ട് ഒരു നാണമില്ലാതെ എൻ്റെ അടുത്തേക്ക് വരാൻ അദ്ദേഹത്തിന് എങ്ങനെ തോന്നി എന്നുള്ള കലിയാണ് കരുണയെ ചൊടിപ്പിക്കുന്നത്. അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള ഉദ്ദേശത്തോടെ കമലേശ്വരത്തേക്ക് വന്ന് എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിച്ചു. കാരണം ദുർഗയാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ദുർഗയെ അറിയിച്ച് ആ മാല വലിച്ചെറിഞ്ഞ ശേഷം കരുണയാണെങ്കിൽ കമലേശ്വരം തറവാട്ടിൽ നിന്ന് പോകുന്നു. കരുണയുടെ വരവ് കണ്ട് അമ്മയും മോനും കരുതിയിരുന്നത് വിലപിടിപ്പുള്ളൊരു മാല സമ്മാനമായി കൊടുത്തതിൻ്റെ പേരിൽ കരുണ പിണക്കമൊക്കെ മറന്ന് വീട്ടിലേക്ക് വന്നതാണെന്നാണ്. പക്ഷേ നല്ലൊരു ഉദ്ദേശത്തോടെ മഹാലക്ഷ്മി ചെയ്ത ആ കാര്യവും ഉണ്ണിയും ദുർഗയും കൂടി വളച്ചൊടിക്കുന്നു. ഒരു പക്ഷേ കരുണ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഈ നിൽക്കുന്ന ഈ സ്ത്രീ കരുണയെ അറിയിച്ചതിനെ നല്ല ഉദ്ദേശത്തോടെ ചെയ്ത മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് കരുണ വലിച്ചെറിഞ്ഞ ആ മാല പിന്നീട് അവർക്ക് കൊടുക്കാൻ കണ്ണന് തോന്നുന്നില്ല. കണ്ണനാണെങ്കിൽ അതെടുത്തുകൊണ്ട് പോകുമ്പം ദുർഗ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 12 ലക്ഷം രൂപയുടെ മാല കാണാൻ അത്രയ്ക്ക് ആഗ്രഹം പൂണ്ട് നടക്കുന്ന ഒരാളെന്നല്ല എൻ്റെ ഭാര്യ, കോടിക്കണക്കിന് സ്വത്തിൻ്റെ അവകാശിയാണെന്നുള്ള കാര്യം മറക്കണ്ട എന്നുള്ള തക്ക മറുപടി കൊടുക്കുന്ന സമയത്ത് മഹാലക്ഷ്മിക്കാണെങ്കിൽ ഗർഭിണിയല്ലേ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. വൊമിറ്റിംഗ് ടെൻഡൻസി വന്ന് മഹാലക്ഷ്മി ആണെങ്കിൽ ഓടിപ്പോയി ഛർദ്ദിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ദുർഗയെയും ഉണ്ണിയെയും നോക്കുന്നു. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ എന്നുള്ള പേടിയിൽ കണ്ണൻ നടക്കാൻ തുടങ്ങിയ കാര്യം എങ്ങനെയെങ്കിലും മറച്ചു വെക്കാം. പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയുടെ ഓരോ മൂഡ് ചേഞ്ചും മാറ്റി വെക്കാൻ പറ്റില്ല. ചില പെൺകുട്ടികൾക്ക് എപ്പോഴും വൊമിറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് വല്ലപ്പോഴേ വരുള്ളൂ. മഹാലക്ഷ്മിക്കാണെങ്കിൽ ഭാഗ്യത്തിന് വല്ലപ്പോഴേ വരുന്നുള്ളൂ. അതുപോലും കണ്ണനെ അലട്ടുന്നു. അതും കാണാൻ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകളുടെ കുഞ്ഞിനെ പോലും നശിപ്പിക്കാൻ നോക്കിയ സ്ത്രീയാണ് വീട്ടിലുള്ളതെന്നുള്ള കാര്യം കണ്ണന് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ പേടിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലെങ്ങാനും പോകേണ്ട കാര്യമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അബദ്ധത്തിൽ അറിയാതെ ഇടതുകാലും കൂടി ചലിക്കുന്നു. സാധാരണ കണ്ണൻ്റെ കാല് ചലിക്കാതെയും മറ്റുള്ളവരെ അറിയിക്കാതെയും നോക്കുന്നത് മഹാലക്ഷ്മിയാണ്. മലയ്ക്ക് പോയ സമയത്ത് തന്നെ കാലുകൾ ചലിക്കുന്നത് കണ്ട് അപ്പോഴേ മഹാലക്ഷ്മി മറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഇത്തവണ മഹാലക്ഷ്മിക്ക് വയ്യാതെ നിന്നതുകൊണ്ട് കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്ന കാര്യം ശ്രദ്ധിച്ചില്ല. ഉണ്ണി ആ കാര്യം കണ്ടിട്ട് ദുർഗയെ കാണിച്ചു കൊടുക്കുന്നു. ദുർഗയെ അമ്പരന്ന് നോക്കുമ്പോൾ 2 കാലിൻ്റെ വിരലുകളും നന്നായിട്ട് ചലിക്കുന്നുണ്ട്, കാല് മൂവ് ചെയ്യാനും പറ്റുന്നു. അത് കണ്ട് വിശ്വസിക്കാൻ പറ്റാതെ കണ്ണനും മഹാലക്ഷ്മിയും മനഃപൂർവ്വം ഞങ്ങൾ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുള്ള കാര്യം ഉറപ്പാകുന്നുണ്ട്. മാത്രമല്ല ഈ കാര്യം മേഘനെ വിളിച്ച് പറയുകയും ചെയ്യുന്നു ഉണ്ണി. മേഘനാണെങ്കിൽ ആ കാര്യം അമ്മയോടും അച്ഛനോടും പറയുന്നു. 3 വന്നു പോയ ഞാൻ കണ്ണൻ നടക്കുന്നോന്നറിയാൻ പിന്നാലെ നടന്ന് എനിക്ക് സമയം കളയുവാന്നല്ലേ പറഞ്ഞത്. എന്നാ അറിഞ്ഞോ, ഞാൻ കണ്ട കാര്യത്തിൽ വാസ്തവം ഉണ്ടെന്നാണ് എനിക്കിപ്പം ഉറപ്പിക്കാൻ പറ്റുന്നത്. അതെന്താടാ മോനെ, അങ്ങനെ വല്ല കാര്യം ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞച്ചാ ഇപ്പോൾ ഉണ്ണി എന്നെ വിളിച്ചിരുന്നു, കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിക്കുന്നത് കണ്ടുപോലും. അത് കേട്ട് സീമന്തിരി ഞെട്ടി ചോദിക്കുന്നു, സത്യമാണോ മോനെ, അവൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നോ? എങ്കിൽ ഉറപ്പിച്ചോ, അവൻ എന്തൊക്കെയോ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്ന് അതെല്ലാം മറച്ചു വെക്കുന്നത് അവനും അവളും കൂടി ചേർന്ന്. അതല്ലേ സീമന്തിരി ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത്, ഇത്രയും പ്രായമുള്ള എനിക്ക് പോലും ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ലെന്നാ എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയത്. പക്ഷേ തോമസ് വൈദ്യരുടെ ചികിത്സ ഒന്നുകൊണ്ട് മാത്രം എനിക്ക് വീൽചെയറിൽ നിന്ന് പകുതി പൊങ്ങാൻ സാധിക്കുന്നു. അപ്പോൾ പിന്നെ കണ്ണന് മാറ്റം ഉണ്ടാകാതിരിക്കുമോ? അവൻ കുറേ നാളുകൊണ്ട് അവിടെ ചികിത്സയ്ക്ക് പോകുന്നതല്ലേ. അവൻ ഇനി എണീറ്റ് നടക്കാനും കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും തരത്തില്ലെന്ന് സീമന്തിനി തറപ്പിച്ച് പറയുമ്പോൾ മേഘം പറയുന്നു,
നടക്കാൻ തുടങ്ങിയാലും ഓടാൻ തുടങ്ങിയാലും ഞാൻ കണ്ട സ്വപ്നം പൂർത്തിയാക്കാതെ എനിക്കിനി ഒരു അടി പിന്നോട്ടില്ല. കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നു എന്നൊരു സംശയം മാത്രമേ ഉണ്ണിക്കും ദുർഗയ്ക്കും ഇപ്പോഴും ഉള്ളൂ. 12ാമത്തെ വയസ്സിൽ ചലനം നഷ്ടമായ ഉണ്ണി നടക്കാൻ തുടങ്ങിയെന്നോ അല്ലെങ്കിൽ മഹാലക്ഷ്മി ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നോ എന്നൊരു സംശയമൊന്നും തൽക്കാലമില്ല. മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആണോ, ഇത്ര കെയർ ചെയ്യാനെന്നൊക്കെ തമാശയ്ക്ക് ചോദിക്കുന്നു എന്നല്ലാതെ അവൾ ഗർഭിണിയാണെന്നുള്ളൊരു സംശയം പോലും ഇല്ല. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും. ഈ കാര്യം ഉണ്ണി പറഞ്ഞ് പ്രതാപനും അറിഞ്ഞ്, പ്രതാപനാണെങ്കിൽ ആ കാര്യം മുത്തശ്ശിയോട് പറയുന്നു. കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകൾ ചലിക്കുന്നു എന്നൊരു സംശയമല്ലേ ഉള്ളായിരുന്നു. എന്നാ അമ്മ കേട്ടോ, അവൻ്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിക്കുന്നു എന്ന്. ഇപ്പം എന്നെ വിളിച്ചത് ഉണ്ണിയാ. അത് കേട്ട് മുത്തശ്ശി ആകെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നതെല്ലാം മോഹിനിയമ്മ അകത്ത് നിന്ന് മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന കരുണയോട് തൽക്കാലം ഈ കാര്യമൊന്നും പറയേണ്ടെന്ന് മുത്തശ്ശി പറയുന്നു. കാരണം വിവാഹ വാർഷിക ദിവസവും 3 ട്രിപ്പ് പോയി വന്ന ആ കാര്യങ്ങളെല്ലാം അവളെ ചൊടിപ്പിച്ച് നിൽക്കുക. ഈ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി അവളുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് തന്നെ അവൾ തറപ്പിച്ച് പറഞ്ഞാലോ എന്നുള്ളൊരു ടെൻഷനാണ് മുത്തശ്ശിയും പ്രതാപനെ അലട്ടുന്നത്. കണ്ണൻ്റെ കാൽവിരലുകൾ ചലിച്ച കാര്യം ഉണ്ണി പറഞ്ഞ് പ്രതാപനും മുത്തശ്ശിയും അറിഞ്ഞിട്ടുണ്ടെന്ന് മോഹിനിയമ്മ തന്നെ മഹാലക്ഷ്മിയെ വിളിച്ച് പറയുമായിരിക്കും. എന്താകുമെന്ന് കാത്തിരിക്കാം.